വിശ്വസിക്കുന്നത്. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ, വിശ്വാസത്താലാണ് യേശു ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നത്. തൊട്ടു നോക്കിയാൽ കാണാനൊന്നുമില്ല, പക്ഷെ ഒരു കാര്യം എനിക്കറിയാം. ഞാൻ വിശ്വാസത്താൽ അറിയുന്ന ഒരു കാര്യമുണ്ട്: യേശു ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ട്. കാരണം ഒരിക്കലായി 1986 അവനു വേണ്ടി ഞാൻ എൻ്റെ ഹൃദയം തുറന്നു കൊടുത്തു. അന്ന് അവൻ ഇവിടെ സിംഹാസനമിട്ട് വാഴുന്ന ദൈവമാണെന്ന് നല്ല ഉറപ്പുണ്ടെങ്കിൽ കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. വിശ്വാസത്താൽ അറിയുന്ന സ്തോത്രം. എൻ്റെ ഉള്ളത്തിൽ വസിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് വസിക്കുന്നത് കൊണ്ട് ഞാൻ ജീവിക്കുന്നതും വിശ്വാസത്താലാണ്. ഹല്ലേലൂയ. ഗലാത്യർ 2:20 പറയുന്നു, വിശ്വാസത്താലാണ് നാം ജീവിക്കുന്നത്. റോമർ 11:20 പറയുന്നു, വിശ്വാസത്താലാണ് നാം നിൽക്കുന്നത്. അല്ലേ? പ്രൈസ് ഗോഡ്. വിശ്വാസത്താലാണ് നാം നടക്കുന്നത്. 2 കൊരിന്ത്യർ 5:7 കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രയും നാം നടക്കുന്നത്. സ്തോത്രം. അപ്പൊ നടക്കുന്നതും നിൽക്കുന്നതും ഇരിക്കുന്നതും കിടക്കുന്നതും എഴുന്നേൽക്കുന്നതും എല്ലാം എന്താണ്? സ്തോത്രം. വിശ്വാസത്താല. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. പഴയ നിയമ ഭക്തന്മാർക്ക് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു ചെല്ലാൻ പറ്റത്തില്ല. ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം പോകും. പക്ഷെ വിശ്വാസത്താൽ ഒരു കാര്യം എനിക്കറിയാം: ദൈവസന്നിധിയിലേക്ക് കയറി ചെല്ലാൻ എനിക്ക് അനുവാദമുണ്ട്. എത്ര പേർ അത് തിരിച്ചറിയുന്നുണ്ട്? ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ, വിശ്വാസത്താലാണ് നമുക്ക് ദൈവത്തിങ്കിലേക്കുള്ള പ്രവേശനം. ഹല്ലേലൂയ. യേശു തൻ്റെ ദേഹം എന്ന തിരശ്ശീല ചീറിക്കൊണ്ട് ജീവനുള്ള ഒരു പുതുവഴി എനിക്കും നിങ്ങൾക്കും വേണ്ടി തുറന്നിട്ടിട്ടുണ്ടല്ലോ. കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്ത് അതിപരിശുദ്ധ സ്ഥലത്തേക്കൊന്ന് കയറി ചെല്ലുവാൻ നമുക്കൊരു മഹാപുരോഹിതൻ അവിടെയുണ്ട്. ആ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയ്ക്ക് സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. സ്തോത്രം. തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനായി ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്ത് ചെല്ലുവാൻ നമുക്ക് തന്നിരിക്കുന്ന പദവി ഓർത്ത് കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാം.